നമസ്കാരം. നരേന്ദ്രമോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി മൂന്നാം വട്ടവും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാഷ്ട്രപതി ഭവനിൽ ജൂൺ 8-നായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. സർക്കാർ രൂപീകരണത്തിന് അവകാശം ഉന്നയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിക്ക് ഉടൻ പിന്തുണക്കത്ത് കൈമാറും. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന NDA യോഗത്തിൽ DDP നേതാവ് ചന്ദ്രബാബു നായിഡുവും JDU നേതാവ് നിതീഷ് കുമാറും അടക്കമുള്ള NDA നേതാക്കൾ പ്രധാനമന്ത്രിക്ക് പിന്തുണ അറിയിച്ചു. 15 പാർട്ടികളിൽ നിന്നായി 21 നേതാക്കൾ പങ്കെടുത്ത NDA യോഗം നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണക്കത്ത് നൽകി. 7 സ്വതന്ത്രരും ചില ചെറുകക്ഷികളും മോദിക്ക് പിന്തുണയേകിയതോടെ 305 MP-മാരുടെ പിന്തുണ NDAയ്ക്കുണ്ടെന്ന് BJP നേതൃത്വം അറിയിച്ചു. 2014-ൽ ഒന്നാം മോദി സർക്കാരിന് 303 MP-മാരുടെ പിന്തുണ ഉണ്ടായിരുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ഊഴത്തിൽ ജൂൺ 8-ന് തിരിതെളിഞ്ഞേക്കും. ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങുന്ന പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ലോകരാജ്യങ്ങളെ ക്ഷണിച്ചതായാണ് റിപ്പോർട്ട്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ക്ഷണം ലഭിച്ചതായി ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഘെയുടെ ഓഫീസിലെ മാധ്യമവിഭാഗം അറിയിച്ചു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ നരേന്ദ്രമോദി ഫോണിൽ വിളിച്ചതായി നയതന്ത്ര വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലത്തെ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് രാജിക്കത്ത് കൈമാറി. മികച്ച രീതിയിൽ തന്നെ NDA സർക്കാർ മുന്നോട്ടു പോകുമെന്ന് ഉറപ്പുണ്ടെന്ന് മന്ത്രിസഭാംഗങ്ങളോട് സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി രാജിക്കത്ത് നൽകിയതിനെ തുടർന്ന് 17ാം ലോക്സഭ രാഷ്ട്രപതി പിരിച്ചുവിട്ടു. പുതിയ സർക്കാർ അധികാരമേൽക്കും വരെ കാവൽ പ്രധാനമന്ത്രിയായി തുടരാനും രാഷ്ട്രപതി പ്രധാനമന്ത്രി മോദിക്കും മന്ത്രിസഭയ്ക്കും നിർദ്ദേശം കൊടുത്തു. രാഷ്ട്രപതി ഭവനിൽ 8, 9 തീയതികളിലായി പ്രധാനമന്ത്രിയുടെയും വിവിധ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തീകരിക്കാനാണ് തീരുമാനം. ജൂൺ 7-ന് BJP-യുടെയും NDA-യുടെയും ലോക്സഭാംഗങ്ങൾ യോഗം ചേരും. തുടർന്ന് പ്രധാനമന്ത്രി മോദിയെ സഭാ നേതാവായി തെരഞ്ഞെടുക്കും. MP-മാരുടെ പിന്തുണക്കത്ത് നരേന്ദ്രമോദി രാഷ്ട്രപതിക്ക് കൈമാറുന്നതോടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ നരേന്ദ്രമോദിക്ക് രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കും. തുടർന്ന് 8-ന് രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കും. ജൂൺ 9-ന് ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്ന ചടങ്ങായിരിക്കും മോദിയുടെ ആദ്യ പൊതുപരിപാടി. ജൂൺ 10-ന് ശേഷം ഒഡീഷയിലെ ആദ്യ BJP സർക്കാരും അധികാരത്തിലേറും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ നിയോഗിക്കണമെന്നതിൽ BJP നേതൃത്വം ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തെയും NDA യോഗം അഭിനന്ദിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് കീഴിൽ രാജ്യത്തുണ്ടായ വളർച്ചയും വികസനവും ഓർമ്മിപ്പിച്ച നേതാക്കൾ രാഷ്ട്രീയത്തിനായി അദ്ദേഹം നടത്തുന്ന കഠിനാധ്വാനത്തെക്കുറിച്ചും പരിശ്രമങ്ങളെയും അഭിനന്ദിച്ചു.